ശശികല ടീച്ചർ നന്ദഗോവിന്ദം ഭജൻസിനെതിരെ. ശശികല ടീച്ചർ അറിയപ്പെടുന്ന ഹിന്ദുത്വവാദ പക്ഷത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. ഓർക്കുക, ഹിന്ദു എന്നതിനേക്കാൾ ഹിന്ദുത്വവാദ പക്ഷത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. ഞാനും ശശികല ടീച്ചറും ഒക്കെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാറൊക്കെ ഉണ്ട്. ടീച്ചറായിട്ട് വ്യക്തിപരമായ ബഹുമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് എന്ന് പറയട്ടെ, ടീച്ചറുടെ നിലപാട് പൂർണ്ണമായും തെറ്റാണ്. 100% തെറ്റാണ് ശശികല ടീച്ചറിന്റെ നിലപാട്. ടീച്ചറിനെ ചില ആൾക്കാർ മോശകരമായ പദപ്രയോഗങ്ങളൊക്കെ വിളിക്കാറുണ്ട്. അത് ശരിയല്ല. ടീച്ചറാണ്, അധ്യാപികയാണ്. എന്നാൽ ടീച്ചറിന്റെ വർഗീയ സ്വഭാവമുള്ള നിലപാടുകൾ തെറ്റ് തന്നെയാണ്. ഓർക്കുക, ഹിന്ദു വേറെ, ഹിന്ദുത്വം വേറെ. നന്ദഗോവിന്ദം ഭജൻസ് ആണ് ഈ അടുത്ത കാലത്ത് ഹിന്ദു ഭക്തിഗാന പരിസരത്ത് ഏറ്റവും മികച്ച ഭക്തിഗാനങ്ങൾ പാടിയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടം. ഇവരുടെ ഭക്തിഗാനങ്ങൾ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും വിശ്വാസിക്കും അവിശ്വാസിക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് പറയരുതേ രാധയറിയരുതേ ഇത് ഗുരുവായൂരപ്പ രഹസ്യം. ആ പാട്ട് കേട്ടിട്ട് പാട്ടേ പാടാൻ അറിയാത്ത ഞാൻ പോലും പാട്ടുകാരനായി, അല്ലെങ്കിൽ പാട്ടുകാരനിൽ പാട്ട് പാടാൻ താല്പര്യമുള്ളവനായി. അത്ര മനോഹരമായി പാടുന്നതാണ് നന്ദഗോവിന്ദം ഭജൻസ്. ഇപ്പൊ ഇവര് ചെയ്ത ഏറ്റവും വലിയ പാതകം, ഏറ്റവും വലിയ കുറ്റം എന്ന് പറഞ്ഞാൽ ഇവരൊരു ക്രിസ്തീയ ഭക്തിഗാനം പാടി എന്നുള്ളതാണ്. ടീച്ചർ അതിനെതിരെ ഉറഞ്ഞു തുള്ളി ആഞ്ഞടിച്ച് ക്ഷേത്രത്തിൽ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ച നന്ദഗോവിന്ദൻ ഭജൻസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല ടീച്ചർ, ഇങ്ങനെ നമുക്ക് വിളിക്കാം. ടീച്ചർ എന്ന് വിളിക്കുന്നതിന് ടീച്ചറിനെ ചില രാജ്മോഹൻ ഉണ്ണിത്താൻജി ഒക്കെ വിളിച്ചതുപോലെ നെഗറ്റീവ് വാക്കുകളൊന്നും വിളിക്കണ്ട. ചിക്കൻ മസാല നല്ലതാണെങ്കിലും പായസത്തിൽ ഇടരുത് എന്ന ഉപമയോടെയായിരുന്നു ശശികലയുടെ പ്രതികരണം. ശശികല എന്നല്ല, അത്രയും പ്രായമായ വ്യക്തിയല്ലേ ടീച്ചർ എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ശ്രീമതി ശശികല. സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ ഭജൻസിന്റെ വീഡിയോയ്ക്ക് പിന്നാലെയാണ് ഈ വിമർശനം. ടീച്ചർ യഥാർത്ഥത്തിൽ ഇന്ന് സ്വാമി വിവേകാനന്ദൻ ജീവിച്ചിരുന്നെങ്കിൽ, ടീച്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. സ്വാമി വിവേകാനന്ദൻ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ടീച്ചർ സ്വാമി വിവേകാനന്ദനോട് പറയുമായിരുന്നു, വിവേകാനന്ദ സ്വാമി, അതായത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ്, ഈ പല ആൾക്കാർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്, സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥത്തിലുള്ള ഒരു വലിയ മതസൗഹാർദ്ദ ചരിത്രം. ഇത് സ്വാമി വിവേകാനന്ദന്റെ ബേലൂർ മഠമാണ്, ബേലൂർ ആശ്രമം. സ്വാമി വിവേകാനന്ദനാണ് അവിടെ ഈ പ്രത്യേക ചിട്ടവട്ടങ്ങൾ തുടങ്ങുന്നത്. അതായത് ക്രിസ്മസിന്, അല്ലെങ്കിൽ ഡിസംബർ 24 ക്രിസ്മസിന്റെ തലേ ദിവസം അവിടെ ഹിന്ദു സന്യാസിമാർ, കാവ്യധാരികളായ സന്യാസിമാരായ, യഥാർത്ഥ സന്യാസിമാരായ, കപട ഹിന്ദുത്വവാദികളായ സന്യാസികളല്ല, യഥാർത്ഥ ഹിന്ദു സന്യാസിമാരായ സ്വാമിമാർ, ദീക്ഷയെടുത്ത, ജീവിതം ധർമ്മത്തിന് വേണ്ടി ഹോമിച്ച, സത്യം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന സന്യാസിമാർ കന്യാമറിയത്തിന്റെയും ഉണ്ണിയേശുവിന്റെയും യേശുക്രിസ്തുവിന്റെയും ചിത്രങ്ങൾ വെച്ച് ആ ചിത്രങ്ങൾ ചുറ്റും ആരതി ഒഴിയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇന്ന് സ്വാമി വിവേകാനന്ദൻ ജീവിച്ചിരുന്നെങ്കിൽ ടീച്ചർ സ്വാമി വിവേകാനന്ദനോട് പറഞ്ഞേനെ, നിങ്ങളുടെ ചിക്കൻ മസാല കൊള്ളാം, പക്ഷേ ഞങ്ങളുടെ ഹിന്ദു ആശ്രമത്തിൽ അത് സമ്മതിക്കില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഇതാണ് ഈ വർഗീയതയുടെ പ്രശ്നം. ഗാന്ധിജി അടക്കമുള്ളവർ ഈ ബഹുസ്വര ഫ്രെയിം വർക്ക് ഉയർത്തിപ്പിടിച്ചിരുന്നവരായിരുന്നു. ടീച്ചർ ഗാന്ധിജിയോട് ചോദിക്കുമ്പോൾ ഗാന്ധിജി ഖുറാൻ സൂക്തങ്ങൾ വായിച്ചിരുന്നു, പരിശുദ്ധ ഖുറാന്റെയും പരിശുദ്ധ ബൈബിളിലെയും വചനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രെയർ മീറ്റിംഗ് വായിച്ചിരുന്നു. ഗാന്ധിജി അടിസ്ഥാനപരമായ ഒരു ഹിന്ദു സന്യാസിയായിരുന്നു. നമ്മൾ ഹിന്ദുക്കളുടെ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ വിശാലമായതും ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ്. ആ ഫ്രെയിം വർക്ക്, അതായത് നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ എല്ലാവരെയും സ്വീകരിക്കുന്നതാണ്. ആ ഫ്രെയിം വർക്കിനെ ഏറ്റവും പോസിറ്റീവ്ലി ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം അതിനെ അധിക്ഷേപിക്കുകയാണ് ശശികല ടീച്ചറൊക്കെ ചെയ്യുന്നത്. ഇത് സ്വാമി വിവേകാനന്ദന്റെ ബേലൂർ മഠത്തിലെ ചിത്രങ്ങളാണ്. നിങ്ങൾക്ക് കാണാമെങ്കിൽ അവിടെ ഹിന്ദു സന്യാസിമാരും ഭക്തരും, ഇവരെല്ലാം ഹിന്ദുക്കളാണ്, സ്വാമി വിവേകാനന്ദന്റെ പാത പിന്തുടരുന്നവരാണ്. ഏറ്റവും മനോഹരമായി കാണുന്ന ചിത്രങ്ങളാണ്, നിങ്ങൾ കാണണം. ടീച്ചർ ഇന്നാണെങ്കിൽ പറയായിരുന്നു, ഈ കാവി ധരിച്ചുകൊണ്ട് നിങ്ങൾ കാവി കൊള്ളാം, ചിക്കൻ കൊള്ളാം, പക്ഷെ കാവി ധരിച്ചുകൊണ്ട് നിങ്ങൾ ചിക്കൻ കഴിക്കരുത് എന്ന്. നമ്മുടെ നാടിന്റെ മഹത്വം ഇതാണ്. ഇന്ത്യയെ വിശ്വഗുരു ആക്കുന്നത് ഈ സംസ്കൃതിയാണ്. അതായത് സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സഹോദര സമുദായങ്ങളുടെ വിശ്വാസം ആദരിക്കാനും മറ്റും കഴിയണം. ഈ ഫ്രെയിം വർക്കിലേക്കാണ് ലോകം മുഴുവൻ വരുന്നത്. നിങ്ങൾക്ക് ക്രിസ്ത്യാനിയാകാം, ക്രിസ്തു ധർമ്മത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട്, ക്രിസ്തു മാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാം. അതാണ് വത്തിക്കാൻ അടക്കമുള്ളവരുടെ സമീപനം. അവരുടെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ നിലപാട് ഇത് തന്നെയാണ്. മുസ്ലിങ്ങളോടും ഹിന്ദുക്കളോടും ഒക്കെ ഉള്ള നിലപാട് അതാണ്. എല്ലാ മതങ്ങളിലും ദൈവത്തിന്റെ ആ കിരണമുണ്ട്, നന്മയുടെ ആ ഒരു കിരണത്തെയും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ഇത് തന്നെയാണ് മുസ്ലിം സമുദായവും ചെയ്യേണ്ടത്. അതായത് അവരുടെ അള്ളാഹുവിൽ, അവരുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ സഹോദര സമുദായങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളത്, അതായത് അതിനെ ഫോളോ ചെയ്യുക എന്നുള്ളതല്ല. ഈ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദ ഫോട്ടോഷൂട്ട് അല്ല, അത് ബ്ലൈൻഡായി ഫോളോ ചെയ്യണമെന്നല്ല. ഹിന്ദു ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം റിച്വൽസ് ഫോളോ ചെയ്യണമെന്നോ, മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ റിച്വൽ ഫോളോ ചെയ്യണമെന്നോ, ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം റിച്വൽസ് ഫോളോ ചെയ്യണമെന്നോ അല്ല.
നമ്മുടെ ഫ്രെയിംവർക്കിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സഹോദര സമുദായങ്ങളിൽ നമ്മുടെ വിശ്വാസത്തെ ഒട്ടും ബാധിക്കാത്ത, വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന, ആദരിക്കാൻ കഴിയുന്ന യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്തി ആദരിക്കുക. ആചരിക്കുകയല്ല, ആദരിക്കുക. ഇതാണ് അതിലെ ഏറ്റവും വലിയ വ്യത്യാസം. ഇതര സഹോദര സമുദായങ്ങളുടെ കാര്യങ്ങൾ ആചരിക്കുകയല്ല, ആദരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് കോമൺ ഫ്രെയിംവർക്ക് ഉണ്ട്. അതാണ് നമ്മുടെ ശബരിമലയിലൊക്കെ കാണുന്നത്. ശബരിമല അയ്യപ്പന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മുസ്ലിമായ വാവര, ക്രിസ്ത്യാനിയായ വെളുത്തയാണ്. ഈ ഫ്രെയിംവർക്കാണ് ലോകത്തിന് ആവശ്യം. ഈ ഫ്രെയിംവർക്ക് ഇന്ന് കാണുന്ന രീതിയിൽ ലോകത്തിന് കൊടുക്കുന്നത് സ്വാമി വിവേകാനന്ദനും മഹാത്മാഗാന്ധിയും ഒക്കെയാണ്. വിവേകാനന്ദന്റെ 1893 ലോക മതമഹാസമ്മേളനം ഷിക്കാഗോയിൽ നടന്ന പ്രസംഗത്തിലാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള മതസൗഹാർദ്ദത്തിന്റെ ആശയം, വ്യത്യസ്ത മതങ്ങൾ പരസ്പരം കോമ്പീറ്റ് ചെയ്യാതെ ബഹുമാനത്തോടെ, സ്നേഹാശ്ലേഷണങ്ങളോടെ, സാഹോദര്യത്തോടെ, വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും അത് വൈരുദ്ധ്യങ്ങളാക്കാതെ, വിരോധമാക്കാതെ ഒരുമിച്ച് മുമ്പോട്ട് പോകാവുന്ന ഫ്രെയിംവർക്കാണ് ഈ ലോകത്തിന് ഏറ്റവും ആവശ്യം. ആ ഫ്രെയിംവർക്ക് നല്ലതാണ്. അതുകൊണ്ട് നന്ദഗോവിന്ദം ഭജൻസിന് പൂർണ്ണമായും പിന്തുണ. ശശികല ടീച്ചർ പൂർണ്ണമായും തെറ്റാണ്.